ബഹുമാനപ്പെട്ട ഉബൈറത്തുൽ മുസ്രിയ റളിയല്ലാഹു അൻഹാ അവിടുന്ന് ഒരു പെണ്ണിനോട് പറയാ, മോളെ, നിന്റെ കുട്ടിക്ക് അല്ലാഹു മാരകമായ രോഗം കൊടുക്കാതിരിക്കണോ, നിന്റെ കുട്ടിക്ക് അല്ലാഹു മാരകമായ രോഗം കൊടുക്കാതിരിക്കണോ, വിഷമങ്ങൾ കൊടുക്കാതിരിക്കണോ, കണ്ണീരുകൾ കൊടുക്കാതിരിക്കണോ. എന്തേ ഒരു പെണ്ണ് കടന്നു വന്നിട്ട് മഹദിയോട് പറയാണ്, സുബ്ഹാനല്ലാഹ്, എനിക്ക് 2 മക്കളെ അല്ലാഹു തന്നിട്ടുണ്ടെങ്കിലും ആ 2 മക്കൾക്കും നല്ലതുപോലെ ബുദ്ധിയില്ലല്ലോ, എന്ത് ചെയ്യണമെന്നറിയില്ലല്ലോ. വല്ലാത്ത സങ്കടത്തിന്റെ, പ്രയാസത്തിന്റെ, ദുഃഖത്തിന്റെ വഴികളിലൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് വല്ലാത്ത സങ്കടമാ. അല്ലാഹുവേ, പ്രസവിച്ചു വീഴുമ്പോ കുട്ടിക്കൊരു കുഴപ്പമില്ല, പ്രസവിച്ചു വരുമ്പോ എല്ലാവരും പറയും നല്ല ബുദ്ധിയുള്ള കുട്ടിയാണെന്ന്. പിന്നീട് ആ കുട്ടി വളർന്ന് 1 മാസമായി, 2 മാസമായി, 1 വയസ്സും 2 വയസ്സും 3 വയസ്സൊക്കെ പ്രായമായിട്ട് കടന്നു വരുമ്പോ കുട്ടിയിൽ എന്തോ ഒരു ബുദ്ധിക്കേട് പോലെ, ബുദ്ധിയില്ലാത്തതുപോലെ സംഭവിച്ചുകൊണ്ട് കടന്നു വരുന്ന ഒരവസ്ഥ കണ്ടുകൊണ്ട് കടന്നു വരികയാണ്. അങ്ങനത്തെ ഒരവസ്ഥ കണ്ടുകൊണ്ട് കടന്നു വരികയാ. ഇപ്പൊ ഞാൻ ഗർഭവതിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ? ഞാൻ എന്തേ ചെയ്യേണ്ടുന്നത്? ഉടൻ തന്നെ ഇവിടുന്ന് മഹദി അവറുകൾ പഠിപ്പിച്ചു കൊടുത്ത വാക്കേതെന്നറിയോ? മോളെ, നിന്റെ പ്രിയപ്പെട്ട കുട്ടി എവിടെ നിന്ന് ജനിച്ചു ഭൂമി ലോകത്തേക്കൊന്ന് വീണ് കഴിഞ്ഞാൽ നിന്റെ പ്രിയപ്പെട്ടവർ നിന്റെ കുട്ടിയെ കൊണ്ടുവന്ന് നിന്റെ മാറത്തേക്ക് ചേർത്ത് കിടത്താറുണ്ട്. എന്തിനാണ്? ആ കുട്ടിയുടെ വിശപ്പകറ്റാൻ, ആ കുട്ടി കമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ, ലോകത്തെ ഏറ്റവും വലിയ ഔഷധമായ അമ്മിഞ്ഞപ്പാല് കൊടുക്കാൻ അവിടെ നിന്ന് കൊണ്ടുവന്നുകൊണ്ട് കിടത്താറുണ്ടല്ലോ. പടച്ചവനേ, അവിടെ നിന്നാ കൊണ്ടുവന്ന് കിടത്തുമ്പോൾ നിന്റെ മനസ്സിന്റെ ഉള്ളിൽ വേദന ഉള്ള സമയമാണോ, വിഷമമുള്ള സമയമാണോ, ദുഃഖമുള്ള സമയമാണോ, മറ്റൊരാളെ പറ്റി എന്തെങ്കിലും കോപം നിന്റെ മനസ്സിലുള്ള സമയമാണോ, മറ്റൊരു മനുഷ്യനെ പറ്റിയിട്ട് പച്ചമാംസം തിന്നാൻ പറ്റുന്ന കോലത്തിലുള്ള ചിന്തയുള്ള സമയമാണോ? ആ സമയം നിന്റെ കുട്ടിക്ക് നീ അമ്മിഞ്ഞപ്പാല് കൊടുക്കല്ലേ. അതാ കുട്ടിയുടെ ബുദ്ധി തന്നെ ഇല്ലാതാകാൻ കാരണമാണ്. അതാ കുട്ടിയുടെ ബുദ്ധി തന്നെ ഇല്ലാതാവാൻ കാരണമാ. ഇന്ന് നമ്മുടെ മക്കൾ കരയുമ്പോൾ പോലും 100 സങ്കടങ്ങൾ പെങ്ങളെ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് കിടന്നുകൊണ്ട് കരയുന്ന 1 മാസമായ 2 മാസമായ 3 മാസമായ കുഞ്ഞിനെ എടുത്തിട്ട് മാറത്ത് ചേർത്ത് പിടിച്ചുകൊണ്ട് അമ്മിഞ്ഞപ്പാല് കൊടുക്കുമ്പോ നിങ്ങൾ കരയുന്ന സമയമാണോ? കൊടുക്കല്ലേ. നിങ്ങൾ വേദനപ്പെട്ടിരിക്കുന്ന സമയമാണോ? ചെയ്യല്ലേ. അത് കുട്ടിക്കത് കേടാണ്. കാരണം നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വരുന്ന ഒരു അമൃതാണ്. ആ അമൃത് കടന്നു വരുമ്പോ നിങ്ങളുടെ ശരീരത്തിന്റെ സകലമാന ഭാഗത്തിന്റെ ഓരോ രീതികളും അതിലൂടെ കടന്നു വരുന്നുണ്ട്. അത് കുട്ടിക്ക് നല്ലതുപോലെ ബാധിക്കുന്നതാണ്. അതുകൊണ്ട് അമ്മിഞ്ഞപ്പാല് കൊടുക്കുന്ന സമയമുണ്ടല്ലോ, നിങ്ങൾ നല്ലതുപോലെ ശ്രദ്ധിക്കണേ, നല്ല മനസ്സോടെ നിങ്ങൾ ചെല്ലണേ. അത് മാത്രവുമല്ല, ഏത് സമയമാ നിങ്ങൾ കടന്നു വരുന്നതെങ്കിലും പാതിരാത്രി ഉമ്മയുടെ അരികത്ത് കിടന്നുകൊണ്ട് കുട്ടി ഉറങ്ങുകയാണ്. അങ്ങനെ കുട്ടി ഉറങ്ങുന്ന സമയത്ത് കരഞ്ഞപാട് ചേർത്ത് പിടിച്ച് അമ്മിഞ്ഞപ്പാല് കൊടുക്കരുത്. ഏത് പാതിരാത്രിയാണെങ്കിലും ഈ കുടിക്കുന്ന കുട്ടിക്ക് ബിസ്മി ചൊല്ലാൻ അറിയില്ല. നീ എവിടെ നിന്ന് ചൊല്ലിപ്പോയാൽ പെങ്ങളെ, ആ കുട്ടിക്ക് അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കുകയാണ്, നല്ല ഓർമ്മ കൊടുക്കുകയാണ്. അല്ലാഹു തആല ഒരു കോട്ടവും കൊടുക്കാത്ത കുട്ടിയായി അല്ലാഹു നമ്മുടെ കുട്ടിയെ വളർത്തിക്കൊണ്ടുവരികയാണ്. പക്ഷേ നമുക്കും അലസമായി കൊണ്ട് കടന്നു പോകുമ്പോ ഇന്ന് പല രോഗങ്ങളും കടന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മഹദി അവറുകൾ പഠിപ്പിച്ചു കൊടുക്കാൻ, നിങ്ങളാണ് നിങ്ങളുടെ മക്കളെ കേടുവരുത്തുന്നത്. നിങ്ങൾ തന്നെയാണ് നിങ്ങളുടെ മക്കളെ കേടുവരുത്തിയിട്ട് കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളെ വേണ്ടുന്ന കോലത്തിൽ നല്ലതുപോലെ പരിപാലിച്ചുകൊണ്ട് കടന്നു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ പരാജയപ്പെടുമെന്നാണ്. നിങ്ങൾ പരാജയപ്പെടുമെന്നാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി, അങ്ങനെ എത്ര പേർ കുട്ടിക്ക് ആദ്യമൊന്നും ഒരു കുഴപ്പമില്ല, ഇല്ലേ? രണ്ടാമതായിട്ട് മഹദി അവറുകൾ അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. പിന്നീട് അവിടെ നിന്ന് പഠിപ്പിച്ചു കൊടുക്കുന്ന വാക്കേതെന്നറിയോ? ആ കുട്ടികൾ അടുക്കൽ വെച്ച് നല്ലത് മാത്രമേ പറയാവൂ, നല്ലത് മാത്രമേ പാടാവൂ, അല്ലേ?
ഇന്നിപ്പോ തൊട്ടിൽ കൊണ്ടിടുന്ന കുട്ടി, ആ കുട്ടിയുടെ അടുക്കൽ എന്തെല്ലാം പാട്ടുകളാ വെച്ചുകൊടുക്കുക, ഒരുപാട് പാട്ടുകൾ, അതെല്ലാം വെച്ചു കൊടുത്തിട്ട് നമ്മുടെ മക്കളെ ഇങ്ങനെ താരാട്ട് പാട്ട് പാടി ഉറക്കും. ആ മക്കൾ അതല്ലേ കേട്ട് വളരെ അള്ളാന്റെ ഹബീബിന്റെ പേര് പറഞ്ഞിട്ട് താരാട്ട് പാട്ട് പാടണം, ഇല്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ആറ്റലായ പൈതലേ ആരംഭ പൊന്നോമലേ ആശയേറും ആമ്പലേ അല്ല തന്ന കാതലേ പൊന്നുമോൻ വളരണം അലിയിൻ ഗീതം കേൾക്കണം മുത്തൊളി മഹബൂബരെ പാതയിൽ വളർന്നിടണേ. ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അപ്പൊ മക്കളുടെ അരികത്ത് വെച്ച് നന്മകൾ പറയാം. ഒരാളെ പറ്റി നമ്മുടെ കയ്യിലിരിക്കുന്ന പ്രിയപ്പെട്ട കൊച്ചുകുട്ടിയാണെങ്കിൽ ആ കുട്ടിയെ, എന്റെ പെങ്ങളെ, നിങ്ങളെടുത്ത് കയ്യിൽ വെച്ചിട്ട് ഒരു മനുഷ്യന്റെ ഫിത്നയും പറയരുത്, ഒരു മനുഷ്യന്റെ ഫസാദ് പറയരുത്. അല്ലാഹുവേ, അതാ കുട്ടിയും കേട്ട് പഠിക്കുകയാണ്, ആ കുട്ടിയിലേക്ക് അത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി എങ്ങനെ കടന്നു വരട്ടെ, ഞാൻ കുറെ പറഞ്ഞു പോവുകയാണ്. ഇനി നമ്മുടെ കുട്ടികൾ ഇങ്ങനെ വളർന്നു വരുന്ന ഒരു വയസ്സായി, നമ്മുടെ മക്കളോട് നല്ലത് പറയണം. ഏതുപോലെ സഹൽ ഇബ്നു അബ്ദുല്ലാഹി തസ്തരി റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് പറയുകയാണ്, ഖുന്തു അഖൂമു ബില്ലൈൽ അൻദുറു ഇലാ സ്വലാത്തി ഖാലി മുഹമ്മദ് ബിൻ സിവാർ. ഉമ്മയുടെ സഹോദരനായ പ്രിയപ്പെട്ടവര്, അവിടുന്ന് ദാ പാതിരാത്രിയിൽ തഹജ്ജുദിന്റെ സമയത്ത് എഴുന്നേൽക്കുകയാണ്. അല്ലാഹുവേ, നിന്നുകൊണ്ട് നിസ്കരിക്കുമ്പോ സഹൽ ഇബ്നു അബ്ദുല്ലാഹ് 3 വയസ്സ് മാത്രമാണ് പ്രായമുള്ളത്. ഖുന്തു അഖൂമു ബില്ലൈൽ, രാത്രി ഞാൻ എഴുന്നേൽക്കുകയാണ്. അൻദുറു ഇലാ സ്വലാത്തി ഖാലി, ആരും കാണാതെ പ്രിയപ്പെട്ടവർ നിന്നുകൊണ്ട് നിസ്കരിക്കുന്നത് 3 വയസ്സുള്ള സഹൽ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ നോക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, ഇത് കണ്ടപ്പോഴാണ് അവിടുന്ന് പ്രിയപ്പെട്ട തന്റെ അമ്മാവൻ വിളിച്ചിട്ട് പറഞ്ഞു, യാ സഹൽ അലാ തദ്കുറല്ലാഹ്, അള്ളാഹുവിനെ പറ്റി ഓർക്കണ്ടേ, അള്ളാഹുവിനെ പറ്റി ഓർക്കണ്ടേ എന്ന് പറഞ്ഞുകൊണ്ട് 3 വയസ്സാകുന്ന കൊച്ചുകുട്ടിയോട് പറയുമ്പോ കൈഫദ്കുർ, എങ്ങനാ ഞാൻ ഓർക്കുക? ഉടൻ തന്നെ ഇവിടുന്ന് 3 വയസ്സുള്ള കുട്ടിക്ക് നിസ്കരിക്കാൻ അറിയില്ല, ഖുർആൻ ഓതാൻ അറിയില്ല. ഉടൻ തന്നെ ഇവിടുന്ന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മോനെ നീ ഒന്ന് ചൊല്ലുമോ, അല്ലാഹു മഈ അല്ലാഹു നാളിരി അല്ലാഹു ഷാഹിദി. നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുമക്കളോട്, 3 വയസ്സുള്ള മക്കളോട്, 4 വയസ്സുള്ള മക്കളോട് ഈ ദിക്ർ ചൊല്ലാൻ നിങ്ങളൊന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. നിങ്ങൾ ചൊല്ലുമ്പോഴാണ് അത് കേട്ടുകൊണ്ട് നിങ്ങളുടെ മക്കൾ പഠിച്ചുകൊണ്ട് വരുന്നത്. അല്ലാഹു മഈ അല്ലാഹു നാളിരി അല്ലാഹു ഷാഹിദി. അല്ലാഹു മഈ, അല്ലാഹു എന്നോടൊപ്പമുണ്ട്. അല്ലാഹു നാളിരി, എന്റെ റബ്ബ് എന്നെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു ഷാഹിദി, എന്റെ എല്ലാ കാര്യങ്ങളും അല്ലാഹു വീക്ഷിക്കുകയാണ്. അല്ലാഹുവിന്റെ സാന്നിധ്യമുണ്ട്. മോനെ, നിന്റെ നാവ് കൊണ്ട് ഇങ്ങനെ പറയണേ. അങ്ങനെ ബഹുമാനപ്പെട്ട സഹൽ ഇബ്നു അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു നാവ് കൊണ്ട് അങ്ങനെ ചൊല്ലാൻ തുടങ്ങുകയാണ്. സുബ്ഹാനല്ലാഹ്, അങ്ങനെ 3ആയി. പിന്നെ 4 വയസ്സ് പ്രായമാകുമ്പോ സഹൽ ഇബ്നു അബ്ദുല്ലാഹ് തങ്ങൾ ചൊല്ലിത്തറന്നറിയോ, ഫീ കുല്ലി ലൈലത്തിൻ 3 മർറാ, 3 തവണ ചൊല്ലിക്കൊണ്ട് കടന്നു വന്നു. 7ാമത്തെ വയസ്സായപ്പോ ഫീ കുല്ലി ലൈലത്തിൽ 7 മർറാ,
എല്ലാ രാത്രിയിലും 7 തവണ ചൊല്ലിയിട്ടാണ് അവിടെ നിന്ന് കടന്നു പോകുന്നത്. എന്റെ പെങ്ങളെ, നിങ്ങളുടെ മക്കളോട് പാതിരാത്രിയിൽ ചെല്ലാൻ പറയേ. 3 വയസ്സുള്ള 4 വയസ്സുള്ള മക്കൾക്ക് നിങ്ങൾ ഇത് ചൊല്ലുന്ന കേട്ടാൽ ആ പ്രിയപ്പെട്ട പുന്നാര മക്കളും അത് പഠിച്ചുകൊണ്ട് കടന്നു വരുമല്ലോ. അങ്ങനെ കടന്നു വന്നാൽ എത്രയോ സന്തോഷമാണ്. അത് മാത്രവുമല്ല പെങ്ങളെ, നിങ്ങൾ കിടന്നുറങ്ങുമ്പോ നിങ്ങൾ ചൊല്ലണം, ഭാര്യ ചൊല്ലണം, ഭർത്താവ് ചൊല്ലണം, റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകണേ അല്ലാ, ഞങ്ങളുടെ ഭാര്യമാരിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട പുണ്യമക്കൾ നിന്ന് ഖുർറത അയുൻ, അല്ലാഹുവേ കണ്ണിന് കുളിർമയുള്ള മക്കളെ തരണേ അല്ലാ. ഈ ദുആ നിങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു വരികയാണെങ്കിൽ എന്റെ പൊന്നു ബാപ്പാ, നിങ്ങളെ തെറി പറയുന്ന മക്കളാകൂല്ല. ഉമ്മ 6 കൊല്ലവും 7 കൊല്ലവും 10 കൊല്ലവും 16 കൊല്ലവും നിങ്ങളുടെ പ്രിയപ്പെട്ട പുന്നാര മക്കളെ നിങ്ങൾ നല്ലതുപോലെ പഠിപ്പിച്ച് വലുതാക്കിയിട്ട് പ്രിയപ്പെട്ട പുന്നമക്കളെ കൊണ്ടു നടക്കുമ്പോ എവിടെ വെച്ച് കണ്ട് പരിചയപ്പെട്ട ചെറുപ്പക്കാരന്റെ കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ട പെൺമക്കൾ ഇറങ്ങിപ്പോകൂല. അതിനെന്ത് വേണമെന്നറിയോ? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. അല്ലാഹുവിന്റെ ഖുർആനിന്റെ വാക്കാണ്. ഒരിക്കലും നഷ്ടമായി പോകില്ല, ഒരിക്കലും നഷ്ടമായി പോകില്ല. ചൊല്ലാൻ പറ്റുമോ? ഇന്ന് ഒരുപാട് മെസ്സേജുകൾ വരുന്നത്, ഉസ്താദേ എന്റെ മകന്റെ സ്വഭാവം ശരിയാകുന്നില്ല, എന്റെ മകൻ നന്നാകുന്നില്ല, അവൻ നിസ്കരിക്കുന്നില്ല, അവൻ നോമ്പെടുക്കുന്നില്ല, അവൻ സ്വതക്ക ചെയ്യുന്നില്ല, അവൻ നന്മയുടെ വഴികളിലൂടെ അവൻ കടന്നു പോകുന്നില്ല. അതുകൊണ്ട് ഉസ്താദേ ഒന്ന് ദുആ ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്ന ഉമ്മ, ഞാൻ ഈ പറഞ്ഞ 2 കാര്യം മക്കളെ കൊണ്ട് ചൊല്ലിപ്പിക്കണം. പിന്നീടോ റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ. നിറഞ്ഞ മനസ്സോടെ കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിന്റെ ഈ ആയത്ത് എന്റെ പെങ്ങളെ നിങ്ങൾ ഓതിക്കൊണ്ട് കടന്നു വരികയാണെങ്കിൽ അല്ലാ, നിങ്ങൾ പോലും അറിയാത്ത വഴികളിലൂടെ നിങ്ങളുടെ മക്കൾ നിങ്ങളെ ഉമ്മ എന്ന് വിളിക്കുകയാണ്. ഇന്നലെ വരെ ബാപ്പ കയറി വരുമ്പോ ബാപ്പ വന്നാലും മൈൻഡ് ചെയ്യാത്ത മകനവിടം എഴുന്നേക്കുകയാണ്. നിങ്ങൾ തന്നെ ചിന്തിച്ചു പോകും, എന്റെ പൊന്നുമകനിക്ക് പറ്റിപ്പോയത്. എത്ര ഉമ്മമാര് കരയുന്നുണ്ട്, എത്ര പ്രിയപ്പെട്ട ബാപ്പമാര് സങ്കടപ്പെടുന്നുണ്ട്. 10 കൊല്ലവും 16 കൊല്ലവും 17 കൊല്ലവും നല്ലതുപോലെ സ്നേഹിച്ചുകൊണ്ട് പഠിപ്പിച്ച മക്കള് ഇന്ന് ഉമ്മ എന്ന് പറഞ്ഞാൽ അവനിക്ക് വെറുപ്പാണേ, ബാപ്പ എന്ന് പറഞ്ഞാൽ അവനിക്ക് വെറുപ്പാണേ. അങ്ങനെയുള്ള വെറുപ്പ് വെച്ചുകൊണ്ട് അവൻ കടന്നു വരികയാണ്. എന്നാൽ അത് മാറട്ടെ. ഇന്ന് രാത്രി മുതൽ എന്റെ പ്രിയമുള്ള പെങ്ങളെ, ചെറുപ്പക്കാരാ, റബ്ബനാ ഹബ് ലനാ, ഞങ്ങളുടെ റബ്ബേ ഞങ്ങൾക്ക് നൽകണേ അല്ലാ, മിൻ അസ്വാജിനാ, ഞങ്ങളുടെ ഭാര്യമാരിൽ നിന്ന്, വദുർരിയാതിനാ, പ്രിയപ്പെട്ട ബാപ്പാ ചൊല്ലിക്കോ, ഞങ്ങളുടെ മക്കളിൽ നിന്നു, ഖുർറത അയ്ൻ, ഞങ്ങളുടെ കണ്ണിന് കുളിർമയുള്ള നല്ല കാര്യങ്ങളെ കാണിച്ചു തരണേ അല്ലാ. ഈ ദുആ നമ്മൾ ചൊല്ലിയിട്ട് കടന്നു വരികയാണെന്നുണ്ടെങ്കിൽ 100% ഉറപ്പാ നമ്മൾ വിജയിക്കും. ദുനിയാവിൽ ശാപം നീയേറ്റിടല്ലേ, അഹന്തയായി പാരിൽ നടന്നിടല്ലേ, മരണം മറന്നങ്ങു നീങ്ങിയിടല്ലേ, മനുഷ്യ നീ ഓർത്ത് നിറഞ്ഞിടണേ. മഹ്ശറമുറ്റത്തൊരു ചോദ്യമുണ്ടേ, നിൻ മക്കളെ ഓർത്തു നീ കരയുന്നുണ്ടേ. മഹ്ശറമുറ്റത്തൊരു ചോദ്യമുണ്ടേ, നിൻ മക്കളെ ഓർത്തു നീ കരയുന്നുണ്ടേ. ഇവിടെ നീ നന്മ മൊഴിഞ്ഞിടാതെ അവരുടെ വഴിയിൽ നടന്നതാലേ. മക്കൾ എന്ത് പറഞ്ഞാലും മിണ്ടൂല, മക്കൾ എന്ത് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് കടന്നു വന്നാലും നമുക്കൊരു
അത് നമുക്കൊരു വിഷയമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇങ്ങനെ കടന്നു വരികയാണ്. അത് പറ്റില്ല. അതുകൊണ്ട് ഈ ദിക്റുകളും ഈ ദുആകളും നമ്മൾ ചൊല്ലിക്കൊണ്ട് കടന്നു വരണം. അങ്ങനെ കടന്നു വന്നാ നിങ്ങളൊക്കെ രക്ഷപ്പെട്ടുവെന്നാണ്. എന്നാൽ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മാതാപിതാക്കളെ സംബന്ധിച്ചിടത്തോളം എന്ത് ചെയ്യണമെന്നറിയോ? ഇന്ന് പലരും പറയുന്നു, ഉസ്താദേ മക്കളെ കൊണ്ട് ബുദ്ധിമുട്ടിലാണ്, എത്ര പഠിപ്പിച്ചു കൊടുത്തിട്ടും അവൻ നന്നാകുന്നില്ല. ഒരു കാര്യങ്ങൾ മനസ്സിലാക്കണം. ഒരു കുട്ടിയുടെ മുമ്പിൽ വെച്ച് നിങ്ങൾ പറയരുത് ഇവനിക്ക് ബുദ്ധിയില്ല എന്ന് നമ്മുടെ ഒരു മക്കളുടെ മുമ്പിൽ വെച്ച് പറയരുത്. നമ്മൾ പറയരുത് അപ്പുറത്തുള്ള ആളിന്റെ മക്കളെ കാണിച്ചു കൊടുത്തിട്ട്, നോക്ക് നിന്നെപ്പോലുള്ള ചെറുക്കന് അവനും. ഇന്നത്തെ ഉമ്മമാര്, ഇന്നത്തെ സഹോദരിമാര് ചെയ്യുന്ന അതാണ് അല്ലേ? നമ്മള് ഒന്നും മിണ്ടിയില്ലെങ്കിൽ, ഭർത്താക്കന്മാരൊന്നും മിണ്ടിയില്ലെങ്കിൽ അവര് പറയും, നിങ്ങൾ എന്തുകൊണ്ട് പറയുന്നില്ല, അപ്പുറത്തെ ചെറുക്കനെ കണ്ടു പഠിക്കണ്ടവൻ എന്ന് ആരോടാ പറയാ? ഭർത്താവിനോട് പറയും. അപ്പൊ ഭർത്താവ് പറയും, നീ അത് കണ്ടുപഠിക്കടാ ഇല്ലേ? ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, ഒരിക്കലും നിങ്ങളുടെ മക്കളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് 3 കാര്യങ്ങൾ നിങ്ങൾ പറയല്ലേ, അതാ മക്കൾ അങ്ങനെ തന്നെയായി മാറുമെന്നാണ്. അതിൽപ്പെട്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയോ? നിങ്ങളുടെ മക്കളെ വില കുറിച്ച് കാണരുത്. മറ്റുള്ളവരുടെ മക്കളുമായി താരതമ്യം ചെയ്തിട്ട് അവനെ കണ്ടു പഠിക്കണമെന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ മക്കളെ ഒന്നുമല്ലാത്ത കോലത്തിലാക്കരുത്. ചില ആളുകൾ അങ്ങനെയാണ്. ചില ഉമ്മമാർ, നിങ്ങളുടെ മെയിൻ സ്വഭാവം, ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തല്ല, അല്ലെങ്കിൽ ഇതൊരു കുറ്റാണെന്ന് കൊണ്ട് എന്തോ നിങ്ങൾ വെച്ചോളി. കാരണം എന്താ, നമ്മുടെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം അധികം ആളുകളും പറയും, നിനക്ക് തീരെ ബുദ്ധിയില്ല. ഒരു മനുഷ്യനിക്ക് അല്ലാഹു തആല കൊടുത്തിട്ടുള്ള ബുദ്ധിയുണ്ട്. ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ അവൻ നന്നാകും. അതേസമയം അവനൊരു കുരുത്തക്കേട് കാണിച്ചു, ആ സമയം തന്നെ ഭർത്താവിനെ വിളിച്ചു കൊടുത്തിട്ട് അവ ഇത് കാണിച്ച് അവൻ അടിക്കണമെന്നല്ല. ആ സമയം നമ്മൾ ചെയ്യേണ്ടുന്നത്, ഇനി അങ്ങനെ ചെയ്യരുത്. ആ പ്രിയപ്പെട്ട മകന്റെ മുമ്പിൽ വെച്ചുകൊണ്ട് പറയരുത്, നീ അപ്പുറത്തെ ചെറുക്കനെ കണ്ടുപഠിക്ക്, അവനിക്ക് നല്ല ബുദ്ധി. അപ്പുറത്തെ മോളെ കണ്ടുപഠിക്ക്, അവക്ക് നല്ല ബുദ്ധി. നിങ്ങളുടെ മകളോട്, നിങ്ങളെ മകനോട് അങ്ങനെ പറയരുത്. കാരണം എന്തെന്നറിയോ? ബഹുമാനപ്പെട്ട യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു പറയാ, ഒരു കുട്ടിക്ക് ഏറ്റവും കൂടുതൽ സങ്കടം വരുന്ന എപ്പോഴെന്നറിയോ? അവന്റെ ബുദ്ധി കൊണ്ട് ഒന്നിനും കഴിയില്ല എന്ന് പറയുന്നത് എപ്പോഴെന്നറിയോ? യൂസുഫ് നബഹാനി റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കളെ മറ്റൊരാളുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ചെറുതാക്കുമ്പോഴാണ്. അല്ലെങ്കിൽ പറയുകയാണ്, ഇവനിക്ക് ബുദ്ധിയില്ല, നിന്റെ തലയിൽ കളിമണ്ണാണോടായിരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരാറുണ്ടല്ലോ. എന്നാൽ എന്റെ പെങ്ങളെ, നിങ്ങൾ പറയുന്ന ഈ വാക്ക് വല്ലാത്ത അബദ്ധവത്തായിട്ടുള്ള വാക്കാണ്. അതേസമയം നിങ്ങളുടെ മക്കൾ പഠിക്കുന്നില്ലെങ്കിലും അവരോട് നല്ല കോലത്തിൽ നിങ്ങൾ പറയണം, മോനെ നീ പഠിക്ക്, നീ പഠിച്ചാൽ നിനക്ക് നല്ല വിജയമുണ്ട്, നീ നല്ലവനായി മാറും, നീ ഒന്നുകൂടെ പരിശ്രമിച്ചാൽ അവനെക്കാരും ഉഷാറാകും മോനെ, എനിക്കറിയാം നീ ഉഷാറാകുമെന്ന്. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് കടന്നു വരുന്നതെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കും. ആ മക്കൾ നല്ലതുപോലെ വളർന്നു വരും. ആ മക്കളുടെ മനസ്സിൽ, അല്ലാഹുവേ, എന്റെ ഉമ്മ എന്നോട് അങ്ങനെയാണല്ലോ പറഞ്ഞത്, എന്റെ ബാപ്പച്ചി എന്നോട് അങ്ങനെയാണല്ലോ പറഞ്ഞത്, അതുകൊണ്ട് നന്മയാണ്. പിന്നീട് ഇവിടെ നിന്ന് പറയുന്ന രണ്ടാമത്തെ കാര്യം ഇതുകൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഒരുപാട് ദിക്റുകൾ നിങ്ങൾക്ക് പഠിപ്പിക്കാനുണ്ട്. വരുന്ന ദിവസങ്ങൾ നിങ്ങൾക്ക് ഞാൻ പഠിപ്പിച്ചു തരാം. അതുകൊണ്ട് അവിടെ നിന്ന് പറഞ്ഞുകൊള്ളുക. ഉടൻ തന്നെ ഇവിടെ നിന്ന് പ്രിയപ്പെട്ടവർ രണ്ടാമതായി പറഞ്ഞു കൊടുക്കുകയാ, ഒരിക്കലും എത്ര ചെറിയ മക്കളാണെങ്കിലും യൂസുഫ് നബഹാനി പറയുന്ന ഒരു കുരുത്തക്കേട് കാണിച്ചേക്കാം, പക്ഷേ ഒരിക്കലും അവനെ ശപിക്കരുതേ, ഒരിക്കലും ശാപത്തിന്റെ വാക്കുകൊണ്ട് അവനെ വിളിക്കല്ലേ, ഒരിക്കലും അല്ലാഹു നിനക്ക് തന്ന മകൻ ശല്യമാണെന്ന് പറയരുതേ. നമ്മൾ ചിന്തിച്ചു നോക്ക്, ഒരിക്കലും അല്ലാഹു നിനക്ക് തന്ന മകൻ, ആ മകൻ ശല്യമാണ് എന്ന് നീ പറയരുതേ. ഇന്നത്തെ ആളുകൾ, ഉമ്മമാരെ, ഈ കൊച്ചുമക്കള് ഭയങ്കര കുരുത്തക്കേടാണ്, വല്ലാത്ത കുരുത്തക്കേടാണ് നമ്മളെ കൊച്ചുമക്കള്. ആ പ്രിയപ്പെട്ട കൊച്ചുമക്കള് കുരുത്തക്കേട് കാണിക്കുമ്പോ ചില ഉമ്മമാര് പറയും, ഇവനെ കൊണ്ട് വല്ലാത്ത ഇടങ്ങേറാണ്, വല്ലാത്ത ശല്യമാണ്. ഒരിക്കലും അങ്ങനെ പറയരുതേ. ഇപ്പോഴും ഓർത്തു പോവുകയാണ് ഒരു പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ
മകന്റെ കഥ പറഞ്ഞുകൊണ്ടിരിക്കാനുള്ള സമയമില്ല. പടച്ചവനെ, ഒരു ഉമ്മയും ഒരു മകനും ജീവിച്ചു കൊണ്ടിരിക്കുകയാ. നല്ല സ്നേഹമുള്ള ഉമ്മയാണ്. മകന്റെ 6ാമത്തെ വയസ്സിൽ കുരുത്തക്കേട് കൂടുകയാണ്. ആ മകൻ അങ്ങനെ കുരുത്തക്കേട് കാണിക്കുന്ന സമയം ഉമ്മ അവിടെന്ന് പറഞ്ഞു പോയി, മോനെ, നീ അത് ചെയ്തു പോയാൽ നിന്റെ കാല് പഴുക്കുമടാ. പക്ഷെ അവനത് കേട്ടില്ല, വീണ്ടും അതുപോലെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാ നിന്റെ കാലങ്ങോട്ട് പഴുക്കട്ടെ, വെറുതെ പറഞ്ഞതാണ്. പിന്നീട് മരിക്കുന്നത് വരെ ആ കാല് പഴുത്ത് ചീഞ്ചലങ്ങൾ ഒലിച്ചൊലിച്ച് വേദനയോടുകൂടിയാ മരിച്ചത്. ഒരിക്കലും ഒരു ഉമ്മ മക്കളെ ശാപത്തിന്റെ വാക്കുകൊണ്ട് പറയരുത്. ഒരിക്കലും ഒരുമ്മ മക്കളെ ശാപത്തിന്റെ വാക്കുകൊണ്ട് പറയരുത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. അപ്പൊ ഒരിക്കലും ചില ഉമ്മമാര് പറയും, കുറെ പടകൾ ഇവിടെ വന്നു, എന്തൊരു ശല്യവൃത്തങ്ങളെ കൊണ്ട് ഇല്ലേ? നമ്മൾ പറയാറില്ല പെങ്ങളെ, കുറെ പടകൾ വന്നു. ഈ വാക്ക് യഥാർത്ഥത്തിൽ ഈ പടകൾ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ബദർ യുദ്ധത്തിൽ പോണ പടകളാ. അല്ല, ആ സമയം നമ്മുടെ മനസ്സ് ഇന്നമൽ അമാലു ബിന്നിയാത്ത്, നമ്മുടെ മനസ്സിന്റെ നിയ്യത്തനുസരിച്ച് നമ്മൾ ആ സമയത്ത് എന്താ പറയാ? വലിയ ശല്യം എന്നാ പറയാ. ഈ പടകളെ കൊണ്ടാകെ ശല്യായി, ഈ ഉള്ള പടകളെ കൊണ്ടാകെ ബുദ്ധിമുട്ടായി എന്ന് പറയുന്നവരില്ലേ? സൂക്ഷിക്കണം, ഈ വാക്ക് ഗൗരവമാണ്. ഇന്നത് പറയുമ്പോ ഇതൊക്കെ നമ്മൾ കുറെ കേട്ടതാ എന്നല്ല പറയാനുള്ളത്. അതേസമയം നിറഞ്ഞ മനസ്സോട് ഈമാനിന്റെ മാധുര്യത്തിലൂടെ അൽഹംദുലില്ലാഹ് നമ്മൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിക്കും. എല്ലാവർക്കും മനസ്സറിഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പോവുകയാണ്. അല്ലാഹുവേ, നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, വേദന കൊടുക്കല്ല അല്ലാ, നൊമ്പരം കൊടുക്കല്ല അല്ലാ, കണ്ണീരും കഷ്ടപ്പാടും ദുഃഖവും കൊടുക്കല്ലേ അല്ലാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മക്കളെ ശപിക്കരുത്, മക്കളെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരുടെ കുട്ടികളെ അടിച്ചുപൊക്കി പറയരുത്. മൂന്നാമതായിട്ട് പറഞ്ഞു, ആ മകനെ പറ്റി അറിയാതെ കാണാൻ നിങ്ങൾ പറഞ്ഞു പോയാൽ ആ സമയം തന്നെ അള്ളാഹുവിനോട് നിങ്ങൾ പശ്ചാത്തപിക്കണം. റബ്ബേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാ, എന്റെ മകനിക്ക് അങ്ങനത്തെ ഒരു അസുഖമോ ഒരു സങ്കടമോ ഒരു ബുദ്ധിമുട്ടോ എന്റെ കുട്ടിക്ക് നീ കൊടുക്കല്ലേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ പെങ്ങളെ നമ്മൾ കടന്നു വരണമെന്ന് അവിടെ നിന്ന് പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ വാക്കുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നുകൊണ്ട് പഠിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ളതാ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. സങ്കടം, എല്ലാവരുടെ സങ്കടങ്ങളും എല്ലാവരുടെ കണ്ണീരുകളും എല്ലാവരുടെ പ്രതിസന്ധികളും അള്ളാഹു സുബ്ഹാനഹു വ തആല മാറ്റണം. ആ ഒരു നീയത്ത് നമ്മുടെ മനസ്സിൽ വെച്ച് നമ്മളൊക്കെ ദുആ ചെയ്യണം. അപ്പോഴാണ് നമ്മളൊക്കെ വിജയിക്കുന്നത്. അതല്ലാതെ എനിക്കതൊന്നും വേണ്ട, നമുക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞിരുന്നാല് നടക്കില്ല. അപ്പൊ അതുകൊണ്ട് ആത്മാർത്ഥതയോട് ഒന്ന് ആമീൻ പറയണം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദാ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റസൂലിക സയ്യിദിനാ വഹബീബിനാ വമൗലാനാ മുഹമ്മദ്. അല്ലാഹ് അല്ലാഹ് യാ അല്ലാഹ്, ഞങ്ങളുടെ കുടുംബക്കാരെ നീ കബൂലാക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ, വേദനകൾ കൊടുക്കല്ലേ അല്ലാ, സങ്കടങ്ങൾ കൊടുക്കല്ലേ അല്ലാ, ബുദ്ധിമുട്ടുകൾ കൊടുക്കല്ലേ അല്ലാ, കഷ്ടപ്പാട് കൊടുക്കല്ലേ അല്ലാ. പടച്ചവനെ, ഈ പരിശുദ്ധമായ കുടുംബത്തിൽ പുതിയതായി കടന്നു വന്ന അംഗങ്ങളുണ്ട്. അല്ലാഹുവേ, അവരെ മുഴുവനും നീ കബൂലാക്കണേ റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നീ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, രാജസയ്യിദാവായ അല്ലാ, മാലിക്കുൽ മുലൂക്കായ അല്ലാ, അല്ലാഹുവേ, കടങ്ങളാണെന്ന് പറഞ്ഞവരുണ്ട്, അവരുടെ കടങ്ങളെ വീടാനുള്ള വഴി കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, പലിശ കയറി സങ്കടത്തിലാണ് ഉസ്താദേ എന്ന് പറഞ്ഞവരുണ്ട് റബ്ബേ, അവരുടെ സങ്കടം മാറ്റണേ അല്ലാ, അതിനുള്ള ഹലാലായ വഴികൾ നീ തുറന്നു കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, നമ്മുടെ പ്രിയപ്പെട്ടവർ, നമ്മളെ സ്നേഹിക്കുന്നവർ പലരും പടച്ചോനെ വീടിന് തറകെട്ടിയിട്ടിട്ടുണ്ട്. അല്ലാഹ്, ഇതുവരെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അത് പരിപൂർണമായിട്ടില്ല. എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള സൗഭാഗ്യം നീ പ്രദാനം ചെയ്യണേ അല്ലാഹ്.
അല്ലാഹുവേ ഞങ്ങൾ ഓർത്തു പോവുകയാണ്. അല്ലാ, ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും പലരും ഇന്ന് ഖബറിലാണ് പടച്ചോനെ. അല്ലാഹുവേ ഞങ്ങൾക്ക് അവരുടെ അവസ്ഥ അറിയൂല റബ്ബേ. നീ അവരുടെ ഖബറെടുക്കമാക്കല്ല അല്ലാ, കൊടുസാക്കല്ല അല്ലാ. ഞങ്ങളുടെ ഉമ്മാക്കും ബാപ്പാക്കും ഇതല്ലാതെ ഒന്നും ഞങ്ങൾക്ക് കൊടുക്കാനില്ല അല്ലാ. പടച്ചോനെ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെ കബൂലാക്കണമല്ലാ, ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്നവരെ കബൂലാക്കണമല്ലാ. ഞങ്ങളുടെ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ പടച്ച റബ്ബേ, കല്യാണം കഴിഞ്ഞിട്ട് വർഷങ്ങളാണ്, മക്കളില്ല എന്ന് പറഞ്ഞുകൊണ്ട് കരയുന്ന ഒരുപാട് പ്രിയപ്പെട്ടവരുണ്ട് അല്ലാ. അല്ലാഹുവേ അവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ, മക്കളെ കൊടുക്കണേ അല്ലാ. കണ്ണിന് കുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാ, അപസ്മാരമുള്ള മക്കളുടെ അപസ്മാരത്തെ മാറ്റണേ അല്ലാ. അപസ്മാരമുള്ള മക്കളുടെ അപസ്മാരത്തെ മാറ്റണേ അല്ലാ. കൈകാലുകൾ തളർന്ന മക്കളുണ്ട് റബ്ബേ, അവരുടെ സങ്കടങ്ങളെ മാറ്റണേ അല്ലാ. അവരുടെ ദുഃഖങ്ങളെ മാറ്റണേ അല്ലാ. അവരുടെ പ്രയാസങ്ങളെ മാറ്റണേ അല്ലാ. അല്ലാഹുവേ ഗർഭിണികളായ സഹോദരിമാര് കുടുംബത്തിലുണ്ട്, ആണും പെണ്ണുമായ. കണ്ണിന് കുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. കണ്ണിന് കുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. കണ്ണിന് കുളിർമയുള്ള മക്കളെ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾ ഏറ്റുപറയുകയാണ്, ഞങ്ങൾ തെറ്റ് ചെയ്തിട്ടുണ്ട് റബ്ബേ. നീ ഞങ്ങൾക്ക് മാപ്പ് തരണേ അല്ലാ. 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 കരുണക്കടലായ റബ്ബേ, കാരുണ്യവാനായ തമ്പുരാനെ, അല്ലാഹുവേ വായിലൂടെ മൂക്കിലൂടെ ട്യൂബിട്ടുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നൊരവസ്ഥ, ഭക്ഷണം തരുന്നൊരവസ്ഥ ഞങ്ങൾക്ക് തരല്ലേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളെ നീ സ്വീകരിക്കണേ റബ്ബേ, ഞങ്ങളെ കബൂലാക്കണേ റബ്ബേ. അല്ലാ, ഞങ്ങളുടെ പുന്നാര ഉമ്മമാര്, ഞങ്ങളുടെ ഉപ്പമാര്, നമ്മുടെ പ്രിയപ്പെട്ടവർ, ഞങ്ങളുടെ കൂട്ടുകാർ, കരുണക്കടലായ അല്ലാ, രാജസയ്യിദാവായ അല്ലാ, എഴുന്നേക്കാൻ പോലും കഴിയാതെ കിടക്കുന്ന കിടപ്പിൽ കിടന്ന് പൊട്ടിക്കരയുന്നൊരവസ്ഥ കൊടുക്കല്ലേ അല്ലാ. ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين.